بسم الله الرحمن الرحيم. إلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتجادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وأصحاب سيدنا محمد صلى الله عليه وسلم أجمعين. الفاتحة. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുഹയ്യിദ്ദീൻ മൗലിദിലെ ഒരു ഹദീസ്, ഓരോ ബൈത്തുകളും വരുമ്പോൾ അതിനു മുന്നോടിയായിട്ട് ഓരോ ഹദീസുകൾ നമ്മൾ ചൊല്ലാറുണ്ട്. മുഹയ്യിദ്ദീൻ മൗലൂദിൻ്റെ അവസാന ഹദീസ്, ആ ഹദീസ് യഥാർത്ഥത്തിൽ ത്വരീഖത്തിൻ്റെ അഹ്ലുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്തിനെയാണ് അതിൽ വിശദീകരിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത് ത്വരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുക, വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും. നബ്ബഹല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാദിഹിൽ ആയത്തി, ഈ വിശുദ്ധമായ ആയത്ത് മുഖേന അഹ്ല ത്വരീഖത്തി, ത്വരീഖത്തിൻ്റെ ആളുകളോട് ഉണർത്തിയിരിക്കുന്നത് അലാ അന്ന റജാ അൽ ഫലാഹിൽ ഹഖീഖി, യഥാർത്ഥമായ വിജയം പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥ വിജയം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ പ്രതീക്ഷ തീർച്ചയായിട്ടും മുതവഖഫുൻ അല അർബഅതി അഅമാലിൻ മിനദ്ദഖായിഖ്,
വളരെ സൂക്ഷ്മമായിട്ടുള്ള 4 അമലുകളിലാണ് അത് നിലകൊള്ളുന്നത്. യഥാർത്ഥ വിജയം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അതിസൂക്ഷ്മമായ 4 കർമ്മങ്ങൾ, ആ 4 കർമ്മങ്ങളെ അവർ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥ വിജയം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ത്വരീഖത്തിൻ്റെ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഉണർത്തിയിരിക്കുന്നത്. ഓരോന്നോരോന്ന് നമുക്ക് വിശദീകരിക്കാം. മുഹീദ്ദീൻ മാലയിലെ ഈ ഹദീസിൽ ഓരോന്നും വിശദമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് ആദ്യം അതിൽ പറയുകയും ആ ആയത്തിൽ ഉൾക്കൊള്ളുന്ന 4 പ്രധാനപ്പെട്ട അമലുകളെക്കുറിച്ച് അള്ളാഹു ഇതിൽ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്, ത്വരീഖത്തിൻ്റെ ആളുകൾ ഉണർത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ 4 എണ്ണം ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുകയാണ്. അഹദുഹ, ഈ 4-ൽ ഒന്നാമത്തത്, ഈ ആയത്തിലെ ആദ്യത്തെ ഭാഗം യാ അയ്യുഹല്ലദീന ആമനു, ആമനു എന്നാണ് അല്ലാഹു വിളിച്ചത്, വിശ്വാസികളെ എന്ന്. അപ്പോൾ ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് ഈമാന് തന്നെയാണ്. അൽ ഈമാനു അൽ മുതഅക്കദു ബിൽ ബുർഹാൻ, തെളിവ് കൊണ്ട് ബലപ്പെടുത്തിയ വിശ്വാസം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിജയത്തിലേക്ക് വഴിതെളിയിക്കുന്ന ഈമാന്, ആ ഈമാന് ലഭിക്കാൻ അവനെ പ്രചോദിപ്പിക്കുന്നത് തെളിവുകളാണ്. ആദ്യഘട്ടത്തിൽ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും മഹാന്മാർ പറഞ്ഞ വാക്കുകളിൽ നിന്നും കേട്ട വചനങ്ങളെ അല്ലെങ്കിൽ പഠിച്ച തെളിവുകളെ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവന് ഈമാനിനെ അവനക്ക് ശക്തിപ്പെടുത്താൻ കഴിയും. ആ ഈമാൻ അൽ മുഅയ്യദു അൽ മുതഅയ്യദ് ബിൽ മുകാശഫത്തി വൽ ഇയാൻ, ഈമാന് ശക്തിപ്പെടാൻ ആദ്യഘട്ടത്തിൽ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അതുപോലെ മഹാന്മാരുടെ തിരുവചനങ്ങളുടെയും ആവശ്യമുണ്ട്. ആ തെളിവിലൂടെയാണ് ഈമാനിനെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ അതിനെ ശക്തിപ്പെടുത്താൻ ബിൽ മുകാശഫത്തി വൽ ഇയാൻ, കശ്ഫിലൂടെയും നേരായിട്ടുള്ള അറിവിലൂടെയുമാണ്. കശ്ഫിലൂടെ അദൃശ്യമായി അവൻ്റെ ഹൃദയത്തിൽ വന്നു ചേരുന്ന അറിവ്, അതിനെ അവൻ അനുഭവിച്ച് കാണുന്ന കാഴ്ചയുടെ അറിവ്, ഇങ്ങനെ 3 തട്ടായിട്ട് ഇൽമിനെ പറ്റി പറയുന്നുണ്ട്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഈ 3 തരത്തിലുള്ള അറിവിലൂടെയാണ് ഒരു മനുഷ്യന് അറിവ് ലഭിക്കുന്നത്. ആ അറിവിലൂടെ അവൻ ആർജിച്ചെടുക്കുന്ന ഈമാൻ, അതാണ് ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ആമനു എന്ന് പറഞ്ഞതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഈമാൻ മുഖേന 3 വിധത്തിൽ ഈമാനിനെ ശക്തിപ്പെടുത്താൻ കഴിയും. അതിൽ ഏറ്റവും ബലപ്പെട്ടത് നേരെ കണ്ടുകൊണ്ടുള്ള, അനുഭവിച്ചുകൊണ്ടുള്ള ഈമാനിനാണ്. അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ അതിന് പിന്നെ സംശയങ്ങളുടെയോ മറ്റൊന്നിൻ്റെയും ഇടമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈമാന് കൈവരുന്ന ഒരു മനുഷ്യൻ അല്ലദീ യഖ്റുജു ബിഹി
അൽ അബ്ദു മിൻ അഖ്സാമി ശിർക്കി വത്തുഗ്യാൻ, എല്ലാവിധ ശിർക്കിൽ നിന്നും വഴികേടിൽ നിന്നും എല്ലാവിധത്തിലുള്ള ശിർക്കുകളിൽ നിന്നും, വലിയ ശിർക്കായാലും ചെറിയ ശിർക്കായാലും ഖഫിയായ ശിർക്കായാലും എല്ലാ ശിർക്കുകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നത് ഈ പറഞ്ഞ തരത്തിലുള്ള ഈമാന് മുഖേനയാണ്. പഠിച്ച അറിവിനേക്കാൾ കണ്ടും അനുഭവിച്ചും ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്ത ആ അറിവ് മുഖേന ഉണ്ടാകുന്ന പ്രകാശിക്കുന്ന ഈമാൻ, ആ ഈമാനിലേക്കാണ് ആദ്യത്തെ വചനം, ഈ വചനത്തിലെ ആദ്യ ഭാഗം നമ്മളെ സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്നത് വിജയത്തിൻ്റെ വഴിയാണ്. ആ വിജയത്തിൻ്റെ വഴി ഈമാനായി മാറണമെങ്കിൽ ആ ഈമാനിന് കരുത്തുറ്റ ഈമാനാകണം. കരുത്തുറ്റ ഈമാനാവണമെങ്കിൽ ആ ഈമാനിന് ബലപ്പെടുത്തിയത് അവൻ അനുഭവിക്കുകയും അവൻ രുചിക്കുകയും ചെയ്ത അറിവായിരിക്കണം അതിനെ ബലപ്പെടുത്തുന്നത്. അങ്ങനെയാകുമ്പോൾ എല്ലാ തരത്തിലുള്ള ശിർക്കിൽ നിന്നും എല്ലാ തരത്തിൽ നിന്നുള്ള വഴികേടിൽ നിന്നും മോചിതനാകാൻ അടിമക്ക് സാധിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഈമാനിൻ്റെ ആദ്യ ഭാഗമാണ് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തിലെ ആദ്യ ഭാഗം. 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ സൂചിപ്പിച്ചത്. ഒന്ന് ഈമാനാണെങ്കിൽ, അസാനി രണ്ടാമത്തത് അത്തഖ്വ, രണ്ടാമത്തത് തഖ്വയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൽ തഖ്വയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ത്വരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ വിജയത്തിൻ്റെ പ്രതീക്ഷക്ക് വക നൽകുന്ന 4 കാര്യങ്ങളിൽ രണ്ടാമത്തത് അത്തഖ്വ, തഖ്വയാണ്. തഖ്വ ബി തലാസത്തി അൻവാഇഹ, മുഹീദ്ദീൻ മൗലുദിൽ പറയുന്ന വരികളാണിത്. അത്തഖ്വ, തഖ്വ ബി സലാസത്തി അൻവാഇഹ, 3 വിധത്തിലാണ് തഖ്വ നിലകൊള്ളുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അൽ അദ്ന തജന്നുബുൽ മുഅ്മിൻ ലിൽ ഇസ്യാൻ, തെറ്റുകളിൽ നിന്ന് മുഅ്മിനായൊരു മനുഷ്യൻ അകന്നു നിൽക്കുക എന്ന് പറയുന്നതാണ് തഖ്വയുടെ ആദ്യത്തേത്, ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത്, ആദ്യഘട്ടം എന്ന് പറയാം. വൽ ഔസതു, മധ്യം, കുറച്ചുകൂടെ ഉയർന്നു കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മോചിതനായി അതിനൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്നതോടൊപ്പം അല്ലദീ ഹുവ തഹഫ്ഫുദു സാലികി അനിൻ നിസ്യാൻ, മറവിയിൽ നിന്ന് അവൻ മോചിതനാവുക. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച മനുഷ്യൻ ഹുവ തഹഫ്ഫുദു സാലികി, ആ സാലിക്കായ മനുഷ്യൻ അവൻ സൂക്ഷിക്കുന്നു അനിൻ നിസ്യാൻ, മറവി വരുന്നതിനെ തൊട്ട്. ആദ്യം തെറ്റുകുറ്റങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് അതിനേക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മതയുള്ള ഒരു കാര്യമാണ് അശ്രദ്ധ വരാതെ എല്ലാ സമയവും ദിക്റിലായി നിലകൊള്ളാൻ അവന് വളരെ കരുതലോടുകൂടെ നീങ്ങുക എന്ന് പറയുന്നത്. മഹാനരായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, ലാ തത്റുക് ദിക്റ ലിഅദമി ഹുലൂരിക മഅല്ലാഹി ഫീക്, അല്ലാഹുവിനെ ഓർക്കുന്ന സമയത്ത്, ദിക്ർ ചെയ്യുന്ന സമയത്ത് മനസ്സാന്നിധ്യം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ്
നീ ദിക്റിനെ ഒഴിവാക്കരുത്. കാരണം ടോട്ടലായി ദിക്റുമില്ല ഒന്നുമില്ലാതെ നിൽക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, ഏറ്റവും ഹൈറായിട്ടുള്ളത് അശ്രദ്ധ ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിലും അശ്രദ്ധയോട് കൂടെയാണെങ്കിലും ദിക്റ് വരിക എന്നുള്ളതാണ്. അശ്രദ്ധ ഇടക്കിടക്കൊക്കെ കടന്നു വരുന്നുണ്ട്, പിന്നെയും ദിക്റിലേക്ക് മുഴുകുന്നുണ്ട്. ആദ്യം തന്നെ എനിക്ക് ദിക്റ് ചെയ്യുന്ന സമയത്ത് ഓർമ്മ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സാന്നിധ്യം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് പാടെ ദിക്റിൻ്റെ വാതിലിനെ നീ കൊട്ടിയടക്കരുത്. പകരം നീ ദിക്റിൻ്റെ വഴിയിൽ പ്രവേശിക്കുക. ദിക്റിൻ്റെ വഴിയിൽ പ്രവേശിച്ച് അശ്രദ്ധ വരുന്നതിനെതിരെ നീ പോരാടുകയും അങ്ങനെ പടപൊരുതി അശ്രദ്ധയെ പാടെ നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തിച്ചേരും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് സമയത്തും ബോധത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം. ത്വരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം ദിക്റ് മുഖേന അവർ ഏത് സമയത്തും യഖ്ളത്തിലായി ബോധത്തിലായി നിലനിൽക്കുക എന്നുള്ളതാണ്. വൽ ഔസത്തു എന്ന് പറഞ്ഞത് ദിക്റ് ലഭിച്ച് മഹാന്മാരുടെ വഴിയിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തഖ്വ എന്ന് പറയുന്നത് ഹുവ തഹഫ്ഫുളു സാലിക അനിൻ നിസ്യാൻ. ദിക്റ് ചെയ്ത് മറവിയെ അവൻ വളരെ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഏതു സമയവും ദിക്റ് വരാനുള്ള ശ്രമം നടത്തുക. മറവി ഇടക്കൊക്കെ വരുമ്പോൾ അതിനെതിരെ കരുതൽ എടുത്തുകൊണ്ട് എപ്പോഴും ദിക്റ് ഓർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതാണ് അൽ ഔസത്തു, രണ്ടാമത്തെ തഖ്വ എന്ന് പറയുന്നത്. വൽ അഅല, ഏറ്റവും ഉയർന്ന സ്റ്റേജിലുള്ള തഖ്വ എന്ന് പറയുന്നത് മഹാന്മാരായ ആരിഫീങ്ങളും മുറബ്ബിയായ മശായിഖന്മാരും അങ്ങനെ അത്യുന്നതങ്ങളിലെത്തിയ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തഖ്വ എന്ന് പറയുന്നത് അല്ലദീ ഹുവ ജഅലുൽ ആരിഫി റബ്ബഹു ഫി മവാരിദി ശർരി വിഖായതൻ ലിഹദ്റതി ഖുദ്സിഹി. ആരിഫായ ഒരു വ്യക്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷർറായി വരുന്ന ഓരോ സംഗതികൾ, മുസീബത്തുകൾ കടന്നു വരും. മനുഷ്യന് പല ഫിത്നകളും ബലാഗുകളും പരീക്ഷണങ്ങളും ഉണ്ടാകും. ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബിനെ അവൻ കരുതിയിരിക്കും. വിഖായതൻ ലിഹദ്റതി ഖുദ്സിഹി, ഖുദ്സിയായ ഹദ്റത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി. വളരെ സൂക്ഷ്മമായി ആഴമുള്ള ഒരു കാര്യമാണത്. ഇത് മറ്റൊരു മൗലിദിൽ വളരെ വിശദമായിട്ട് കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. വജഅലുൽ ആരിഫി നഫ്സഹു ഫി മവാരിദി ശർരി വിഖായതൻ ലിഹദ്റതി ഖുദ്സിഹി. ഖൈറായ സംഗതികൾ മനുഷ്യന് വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഖൈറുകൾ വന്ന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ ആ അനുഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അഹങ്കാരമോ ഉജുബോ റിയാഓ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ വളരെ കരുതലോടുകൂടെ ശരീരത്തെ വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കുക, അത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഷെറ് വരുന്ന സമയത്ത്, ഷെറ് വരിക എന്ന് പറയുന്നതാണ് വളരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്ഷമ കെടുത്തുന്നതും പല ചിന്തകളിലേക്ക് നയിക്കുന്നതും. അങ്ങനെ പല പല വസ്വാസുകളും വന്നു ചേരുന്നത് ഷെറിൻ്റെ ഘട്ടത്തിലാണ്. ആ ഷെറിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ എല്ലാത്തിൻ്റെയും നിദാനമായിട്ട് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി
ആ ഖുദ്സിയായ ഹദറത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി, തന്നിൽ നിന്ന് കൈവിട്ടു പോകുന്നതിന് വേണ്ടി, ആ പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥ, അതല്ലെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥ തന്നിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാൻ റബ്ബിനെ ആ സമയത്ത് സദാ നിരീക്ഷിച്ച് മുറാഖബ ചെയ്ത് നിൽക്കുക, പിടിച്ചു നിൽക്കുക. ഷെറിൻ്റെ ഘട്ടത്തിൽ ഖൈറും മനുഷ്യന് പരീക്ഷണമാണ്, ഷെറും മനുഷ്യന് പരീക്ഷണമാണ്. ഖൈറായ സംഗതികൾ വരുമ്പോൾ അഹങ്കരിച്ച് മനുഷ്യൻ മതിമറന്നു പോകും. ഷെറായ സംഗതികൾ വരുമ്പോൾ മനുഷ്യൻ്റെ നിലതെറ്റി അവൻ ക്ഷമ കെട്ടുകൊണ്ട് പല വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അവസരങ്ങളും ഉണ്ടാകും. ഈ അവസരത്തെ വളരെ കരുതലോടുകൂടെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് തഖ്വയിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന തഖ്വ എന്ന് പറയുന്നത്. ഒന്നാമത്തെ തഖ്വ തെറ്റുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ തഖ്വ എന്ന് പറയുന്നത് തന്നിൽ നിന്ന് ദിക്ർ എപ്പോഴും വരണം. ആ ദിക്റിൽ നിന്ന് ഒഴിവായി മറവിയും അശ്രദ്ധയും വരാതിരിക്കാൻ വളരെ സൂക്ഷിച്ച് നിലകൊള്ളുക എന്നുള്ളതാണ് രണ്ടാമത്തെ തഖ്വ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തഖ്വ എന്ന് പറയുന്നത് മനുഷ്യനിൽ ഏതൊരു ഘട്ടത്തിലും ഒന്നുകിൽ ഖൈറോ അല്ലെങ്കിൽ ഷർറോ വരും. ഈ ഷർറ് വരുമ്പോൾ ആ ഷർറിൽ മനുഷ്യന് വേവലാതിപ്പെടാതെ റബ്ബാണ് ഇതിനൊക്കെ എന്ന് കണക്കാക്കി ആ ഹദറത്തുൽ ഖുദ്സിയയെ അവൻ നിലനിർത്തുന്നതിനു വേണ്ടി, പരിശുദ്ധമായ ആത്മീയ ബോധത്തെ നിലനിർത്താൻ അവൻ പരിശ്രമിക്കുക. ഇതാണ് ഏറ്റവും അത്യുന്നതമായത്. ഈ ആയത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. വിശ്വാസം എങ്ങനെയാണെന്നും അതിലൂടെ അതിനെ ശക്തിപ്പെടുത്തേണ്ടത് എന്താണെന്നും ഇതിൽ പറയുന്നു. രണ്ടാമത്തത് ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. തഖ്വ, ആ തഖ്വ 3 വിധത്തിലാണ് എന്നുള്ളതും ഇതിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, ഈ ആയത്തിൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല. ഈ വസീല, ആ വസീലയെ തേടണം എന്നുള്ളതാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് മുമ്പ്, നമ്മളുടെ എല്ലാ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മുഹയ്യിദ്ദീൻ മൗലുദിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇബ്തിഗാഉൽ വസീല, വസീലയെ തേടണം എന്നുള്ളത്. അതിൻ്റെ വിശദീകരണവും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ പൊതുവായി മനസ്സിലാക്കുന്ന, പൊതുവായിട്ട് വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാവുക എന്നുള്ളതാണ് ആദ്യം ഇതിൽ വിശദീകരിക്കുന്നത്. വസീലയെ തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ തഖ്ദീമുൽ അഅ്മാലിൽ ഹസന, നല്ല പ്രവൃത്തികൾ ചെയ്യുക. വ തഖ്വീമുൽ അഫ്ആലിൽ മുസ്തഹ്സന, നല്ല സ്തുത്യർഹമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനെ നല്ല ഋജുവായ രീതിയിൽ നിലനിർത്തുകയും ചെയ്യുക. അതാണ് പൊതുവായി നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട് മഹാനവറുകൾ വൽ അഹസ്സു, ഇതിലേറ്റവും സവിശേഷതയുള്ളതും സവിശേഷരായ ആളുകൾ മനസ്സിലാക്കേണ്ടതുമായ ഇബ്തിഗാഉൽ വസീല, വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് മഹാനവറുകൾ പറയുന്നത് നോക്കൂ, ഈ ഹദീസിൽ പറയുന്നത് നോക്കൂ. വൽ അഹസ്സു, ഏറ്റവും സവിശേഷമായിട്ട് വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുവ ഇത്തിഖാദു ത്വാലിബി ലിനഫ്സിഹി, അല്ലാഹുവിൻ്റെ മാർഗം തേടുന്ന ഒരു മനുഷ്യൻ
അള്ളാഹുവിനെ ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സാലിക്കായ ഒരു മനുഷ്യൻ അവന് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. മിനൽ ഹുദാത്തിൽ കുമ്മലി, ഒരുപാട് ഹാദികളുണ്ട്, സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മിനൽ ഹുദാത്തി എന്ന് പറഞ്ഞത്. ഹാദി പറഞ്ഞ ഒരു സന്മാർഗം നയിക്കുന്ന, സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ആള്. ഹുദാത്ത് പറഞ്ഞാല് ഒരുപാട് സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ആളുകൾ ഉണ്ടാകും, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അൽ കുമ്മലി, കാമിലായ സമ്പൂർണത നേടിയ ഹാദിമാരായിട്ടുള്ള മുറബ്ബിയായ മശായിഖന്മാരിൽ നിന്ന് തൻ്റെ ശരീരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗം അന്വേഷിച്ച് നടന്ന മനുഷ്യൻ തെരഞ്ഞെടുക്കണം. ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? സമ്പൂർണരായ ഹാദിമാരായ ആളുകളിൽ നിന്ന്, മുറബ്ബിയായ മശായിഖന്മാരിൽ നിന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കണം ഖലീലൻ. ഖലീലൻ, ഒരു ഇഷ്ടതോഴന്, ഏറ്റവും പ്രിയപ്പെട്ട സ്വദീഖിനാണ് ഖലീല് എന്ന് പറയുന്നത്. മഹാനായ ഇബ്രാഹിം ഖലീലുല്ലാഹ് അലൈഹിസ്സലാം ഖലീൽ എന്നാ പറയുന്നത്, ഖലീലുല്ലാഹ്. അപ്പൊ അങ്ങനെ തൻ്റെ ഇടയിൽ ഒരു വിടവുമില്ലാത്ത വിധം അടുത്ത് നിൽക്കുന്ന ഒരു ഖലീലിനെ തൻ്റെ ജീവിതത്തിൽ സമ്പൂർണരായ ഹാദിമാരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹാദിയെ തെരഞ്ഞെടുക്കുന്നത്, ഈ ഖലീലിനെ തെരഞ്ഞെടുക്കുന്നത്? ലിയകൂന ലഹു ദലീല, അവൻക്ക് വഴികാട്ടിയാവാൻ വേണ്ടി. ആത്മീയ വഴിയിലേക്ക് നിഗൂഢമായ അതിസൂക്ഷ്മമായി സഞ്ചരിക്കേണ്ട വഴി ആത്മാവിൻ്റെ വഴിയാണ്. ആ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വഴിതെളിയിച്ച് തെറ്റിപ്പോകാതെ, പതറിപ്പോകാതെ, ചിതറിപ്പോകാതെ, വസ്വാസിൽപ്പെടാതെ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു വഴികാട്ടിയായിട്ട് ഒരു ഖലീലിനെ തെരഞ്ഞെടുക്കൽ. അതാണ് ഇബ്തിഗാഉൽ വസീല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുഹിയുദ്ദീൻ മൗലൂദിൽ വർഷങ്ങളായിട്ട് കേരളക്കരയിൽ ചൊല്ലി നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അള്ളാഹുവിൻ്റെ വഴി തേടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമ്പൂർണരായ മുറബ്ബിയായ ഹാദിയായ ഒരു വഴികാട്ടിയായ ഖലീലിനെ തെരഞ്ഞെടുക്കലാണ് സൂറത്തുൽ മാഇദയിലെ ഇബ്തിഗാഉൽ വസീല എന്ന് മുഹിയുദ്ദീൻ മൗലൂദിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ബർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല, അത് ജീവിതത്തിൽ പുലർത്തുന്നതിന് വേണ്ടിയിട്ടും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മളെയൊക്കെ നിലയുറപ്പിച്ച് തരുമാറാവട്ടെ, മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾക്ക് ഒരു ദലീലിനെയും ഖലീലിനെയും കിട്ടി എന്നുള്ളതാണ്. ആ ഖലീലിനെ കിട്ടിയ മഹത്തായ സൗഭാഗ്യം നിലനിർത്തുക, അന്ത്യനിമിഷം വരെ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യത. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ ഇതിനെ മുഹിയുദ്ദീൻ മൗലൂദിൽ വിശദീകരിച്ച ആ വിശദീകരണത്തെ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ലതായി. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അതിൽ വിശ്വാസം വന്നു. വത്തഖുല്ലാഹ, അതിൽ തഖ്വ വന്നു. വബ്തഗൂ ഇലൈഹിൽ വസീല, വസീലയെ തേടുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഒരു ഷെയ്ഖിനെ പിടിക്കണമെന്നും തന്നെ നയിക്കുന്ന ആത്മീയ വഴിയിൽ വഴി തെളിയിച്ചു തരുന്ന ഒരു ഷെയ്ഖിനെ മുറുകെ പിടിക്കണമെന്നും കണ്ടെത്തണമെന്നും
അതാണ് ഇബ്തിഗാഉൽ വസീലയുടെ അർത്ഥമെന്നും പറഞ്ഞു കഴിഞ്ഞു. 4 കാര്യങ്ങളായിരുന്നു. അതിൽ 4-മത്തതാണ് ഇനി പറയുന്നത്. വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അൽ ജിഹാദു ബിനൗഇഹൽ അസ്ഗർ, ചെറിയ ജിഹാദ് എന്ന് പറയുന്നത് അല്ലദീ ഹുവ മുഹാറബത്തു അഅദാഇദ്ദീനിൽ ഖൽഖി വദ്ദുനിയാ വശൈത്താൻ, ദീനിന്റെ ശത്രുക്കളായിട്ടുള്ള ശരീരത്തെയും ദുനിയാവിനെയും പിശാചിനെയും മറ്റുള്ള പിഴപ്പിക്കുന്നവരെയും അവർക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. ദുനിയാവിനെതിരെ പോരാടുക, നഫ്സിനെതിരെ പോരാടുക, ശൈത്താനിനെതിരെ പോരാടുക, ദീനിൽ നിന്ന് പിഴപ്പിക്കുന്ന മനുഷ്യന്മാർക്കെതിരെ പോരാടുക. ഇതാണ് ഏറ്റവും ചെറിയ ജിഹാദ്. അല്ലദീ യദ്ഊനൽ ഇൻസാന ഇലാ മദാനിൽ ഖുസ്റാനി വൽ ഖിദ്ലാനി വൽ ഇസ്യാൻ, മനുഷ്യനെ തെറ്റിലേക്കും പരാജയത്തിലേക്കും നിന്ദ്യതയിലേക്കുമുള്ള ഇടങ്ങളിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള പിശാചിൻ്റെയും ദുനിയാവിൻ്റെയും ഇച്ഛകളുടെയും ഒക്കെ ദീനിൻ്റെ ശത്രു, ആ ശത്രുവിനെതിരെ പോരാടുക എന്നുള്ളതാണ്. വല്ലക്ബറു പറയാൻ എളുപ്പമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. വല്ലക്ബറു, ഏറ്റവും വലിയ ജിഹാദ് അല്ലദീ ഹുവ മുഖാലഫത്തുൻ നഫ്സി ഫീ ഹുബ്ബിശ് ശഹവാത്ത്, ഇച്ഛകളെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തോട് പൂർണ്ണമായി എല്ലാ സമയത്തും എതിരെ പോരാടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ജിഹാദിലെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ബിതസ്കിയതിഹാ, അവൻ്റെ ശരീരത്തെ അവൻ സ്ഫുടം ചെയ്യുക. അൻ അഖ്ലാഖിദ് ദമീമതി, മോശമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നഫ്സിനെ ഒഴിവാക്കി. വബിതജ്ലിയതിഹാ ബിഔസാഫി തസ്ലീമതി, രക്ഷപ്പെടാനുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ ശരീരത്തെ എടുത്തണിയിച്ച് അവൻ ആ സ്വഭാവം സിദ്ധിക്കുകയും ആ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. അങ്ങനെ സ്വന്തം നഫ്സിൻ്റെ ഇച്ഛയോട്, അതിൻ്റെ ആഗ്രഹങ്ങളോട് പടപൊരുതുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. എത്ര ബൃഹത്തായ ആയത്താണിതെന്ന് നോക്കൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെ ഈ 4 കാര്യങ്ങളും യഥാവിധത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുഫ്ലിഹൂൻ, വിജയിക്കുന്നതാണ്. അതാണ് പറഞ്ഞത് അഹ്ലു ത്വരീഖത്തുകാർക്ക്, ത്വരീഖത്തിൻ്റെ ആളുകൾക്കുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ്, ഒരു മുന്നറിയിപ്പ് നൽകലാണ്, ഉണർത്തലാണ്. എന്താണ് ഉണർത്തിയത്? അന്ന റജാ അൽ ഫലാഹിൽ ഹഖീഖി, മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം, യഥാർത്ഥ വിജയം എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ ഈ ആയത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളിലാണ് എന്നാണ് ത്വരീഖത്തുകാരെ ഉണർത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വഴിയിലായി നിലനിർത്തി തരുമാറാവട്ടെ. അന്ത്യദിനം വരെ നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ. ആ മഹബത്തിലായി നമ്മയൊക്കെ ചേർത്തി തരുമാറാവട്ടെ. 10 കിതാബ് എന്ന് പറയുന്ന കിതാബിൻ്റെ ആദ്യത്തെ കിതാബുണ്ട്
അതിലെ ആദ്യത്തെ കിതാബില് അതിൻ്റെ ഒരു രീതി തന്നെ, ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയും. ഇതാ സുഇൽത്ത, നിന്നോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുൽത്ത, നീ പറഞ്ഞോ എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞു പോണത്. അപ്പം അതിലൊരു ചോദ്യം എങ്ങനെയാണ്, മതാ കുന്ത മുസ്ലിമാ, നീ എപ്പോഴായിരുന്നു മുസ്ലിമായിരുന്നത്? ഒരു ചോദ്യം. അപ്പം ആ ചോദ്യത്തിന് അതിലെന്നെ മറുപടി പറയും. കുൽത്താപ്പ, നീ പറയണം യൗമൽ അഹ്ദി വൽ മീസാഖ്, കരാറിൻ്റെയും ഉടമ്പടിയുടെയും ദിവസത്തിലാണ് ഞാൻ മുസ്ലിമായത്. മതാകുന്ത മുസ്ലിമാ, എപ്പോഴാ നീ മുസ്ലിമായത്? ഞാൻ മുസ്ലിമായത് യൗമൽ അഹ്ദി വൽ മീസാഖ്, ഈ കരാറിൻ്റെ ദിവസം ഏതാണ്? യൗമുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസമാണ്. അർവാഹ ഇബാദിഹി, അവൻ്റെ അടിമകളുടെ അർവാഹിനെ, റൂഹുകളെ പടച്ച ദിവസമാണ്. എന്നിട്ട് എന്താ ചെയ്തത്? അഹ്ലറഹും, ആ റൂഹുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാദിറാക്കി. എന്നിട്ട് അവരോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഖാലൂ ബലാ, അതേ റബ്ബ് തന്നെയാണ് എന്ന് കരാറ് ചെയ്ത കലിമത്തു തൗഹീദിൻ്റെ കരാറിൻ്റെ സന്ദർഭം, ആ സന്ദർഭത്തിൽ മുസ്ലിമായതാണ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് കരാറ് സ്വീകരിച്ചു വന്ന മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അതിനെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഉപ്പാപ്പ അടക്കം, ഗൗസുൽ ആദം തങ്ങളടക്കമുള്ള മശായിഖന്മാർ ഈ ഭൂമിയിലേക്ക് വന്നത് ആ മുസ്ലിമായി അതിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അത് ഉൾക്കൊണ്ട് അതിനെ ഒരു ഷെയ്ഖിൽ നിന്ന് നമ്മളതൊരു പുതുക്കിയിട്ട് സ്വീകരിക്കുകയും അങ്ങനെ ആ കലിമത്ത് തൗഹീദിനെ നെഞ്ചിലേറ്റി നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അപ്പം മുസ്ലിമായത്. അർവാഹ്, ആലമുൽ അർവാഹിൽ വെച്ചാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ എന്താവണം? മുഅ്മിനാവണം, മുസ്ലിമാവണം. അതിനൊരു മശായിഖിനെ നമ്മൾ സ്വീകരിക്കണം. അതാണ് ഇതിൽ പറഞ്ഞത് ഇബ്തിഗാഉൽ വസീല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കലിമത്ത് തൗഹീദിൻ്റെ വഴിയിലായി, മശായിഖന്മാരുടെ വഴിയിലായി, അവരോടുള്ള സ്നേഹത്തിലും മഹബത്തിലുമായി തെറ്റിപ്പോകാതെ, ശക്കിലായി പോകാതെ, പതറിപ്പോകാതെ എല്ലാ സമയത്തും അടിയുറപ്പിച്ച് നിലനിർത്തി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.